ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഞങ്ങളിന്നൊരു കുഞ്ഞ് യാത്ര പോവുകയാണേ. ഞങ്ങളെന്ന് വെച്ചാൽ ഞാനും ഹസ്ബൻഡും മാത്രമേ ഉള്ളൂ. മക്കൾക്കിന്ന് സ്കൂളായതുകൊണ്ട് അവരെ കൂട്ടിയില്ല. അല്ല, യാത്ര എങ്ങോട്ടാന്ന് പറഞ്ഞില്ലല്ലോ. പറശ്ശിനിക്കടവിലേക്ക് മുത്തപ്പനെ കാണാൻ വേണ്ടി പോവുകയാണേ. ഇത്തവണ എന്താണെന്നറിയില്ല, നൈറ്റ് ഡ്യൂട്ടി കയറിയപ്പോൾ മുതലേ എന്തോ മുത്തപ്പനെ കാണുന്നത് ഭയങ്കര ആഗ്രഹമായിരുന്നു. ഹസ്ബൻഡോട് പറഞ്ഞു എങ്കിൽ പിന്നെ നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് നമുക്ക് പോയേക്കാന്ന്. അങ്ങനെ നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ മുത്തപ്പനെ കാണാൻ പോവുകയാണേ. മെയിൻ റോഡ് വഴി പോകാതെ പുല്ലുപ്പിക്കടവ് വഴി പോകേണ്ടെന്ന് തോന്നുന്നു. ഇന്നെന്തോ ബ്ലോക്കൊന്നും ഇല്ലാതെ പെട്ടെന്ന് എത്താൻ പറ്റി കേട്ടോ. ശരിക്കും പറഞ്ഞാൽ കല്യാണത്തിന് മുമ്പേ ഞാനാകെ 1-2 തവണ മാത്രമേ പറശ്ശിനിക്കടവ് പോയിട്ടുള്ളൂ. പക്ഷേ കല്യാണം കഴിഞ്ഞതിന് ശേഷം മുത്തപ്പൻ്റെ അനുഗ്രഹം കൊണ്ട് എനിക്ക് ആഗ്രഹിക്കുമ്പോൾ എല്ലാം പറശ്ശിനിക്കടവ് പോകാൻ പറ്റിയിട്ടുണ്ട് കേട്ടോ. പിന്നെ അതുമാത്രമല്ല, കണ്ണൂർ വീട്ടിലുള്ളവർ എന്ത് വിശേഷം ഉണ്ടെങ്കിലും ആദ്യം പോകുന്നത് മുത്തപ്പൻ്റെ അടുത്താണേ. അതുപോലെ വീട്ടിൽ പൈൻകുറ്റി വെക്കുക എന്ന് പറഞ്ഞ ചടങ്ങും ഇടയ്ക്കൊക്കെ നടത്താറുണ്ട്. അതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ കണ്ണൂർ വന്നിട്ടാട്ടോ എനിക്ക് അതിനെപ്പറ്റിയൊക്കെ അറിയുന്നേ. പിന്നെ ക്ഷേത്രത്തിലേക്ക് കയറുന്നതിന് മുമ്പ് ഇങ്ങനെ കുറേ കടകളുണ്ട്. പിള്ളേരെ കുട്ടി വന്ന പിന്നത്തെ കാര്യം പറയണ്ടല്ലോ, അവർക്ക് വേണ്ടാത്തൊന്നും ഉണ്ടാവില്ല. അമ്പലത്തിലേക്ക് എന്താണെന്നറിയില്ല, കയറിയപ്പോഴേ കുറച്ച് തിരക്ക് കുറവാന്ന് കണ്ടു. അപ്പോൾ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പോകാൻ നേരത്ത് കരുതിയതേ, പക്ഷെ അവിടെ നല്ല ക്യൂ ആവുന്നുണ്ട്. അത് വേണ്ടാന്ന് വെച്ചു. പിന്നെ ഞങ്ങൾ അമ്പലത്തിൽ കയറി കുറച്ച് നേരം പ്രാർത്ഥിച്ചു. പിന്നെ ഞങ്ങൾ പുറത്ത് വന്നിരുന്നു കേട്ടോ. ഇവിടെ ഇരുന്ന് പുറത്തെ പുഴയും അമ്പലവും ബോട്ട് യാത്രയൊക്കെ കാണാൻ ഒരു പ്രത്യേക സുഖമാണ്. പിന്നെ എന്താ പറയുക, ഇവിടെ വന്നിട്ട് ഞാൻ ഇതുവരെ ശരിക്കും പറഞ്ഞാൽ ഒത്തിരി തവണ വന്നെങ്കിലും ബോട്ടിൽ കയറിയിട്ടില്ല കേട്ടോ. അടുത്ത തവണ മക്കളെയും കൂട്ടി വന്നിട്ട് വേണം അതിൽ കയറാൻ. എനിക്ക് ഒത്തിരി സങ്കടങ്ങൾ ഉണ്ടായിട്ടുണ്ട്, പക്ഷെ അതൊക്കെ എൻ്റെ മുത്തപ്പൻ മാറ്റി തന്നിട്ടുമുണ്ട്. പിന്നെ പറശ്ശിനിക്കടവ് വരണമെന്ന് ആഗ്രഹിച്ചിട്ട് നടക്കാത്തവരുണ്ട്, വിഷമിക്കണ്ട കേട്ടോ. അവർക്ക് മുത്തപ്പൻ്റെ അനുഗ്രഹം കൊണ്ട് വേഗം തന്നെ വരാൻ പറ്റട്ടെ. പിന്നെ ഞങ്ങൾ പ്രസാദമൊക്കെ കഴിച്ച് പയ്യെ വീട്ടിലേക്ക് മടങ്ങി. പിന്നെ ഈ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിലേ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ.